ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ വളർച്ചയിൽ ഭയങ്കരമായിട്ട് അസൂയ മൂത്തിരിക്കുകയാണ് എൻ്റെ അമ്മ സെലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക്. അവർക്ക് മകളെന്നൊരു പരിഗണന പോലും എന്നോടില്ല, പിന്നെയാണ് എൻ്റെ കൊച്ചിനോട്. കുഞ്ഞിനെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ മേൽ അവകാശം ഒന്നും അവർക്കില്ല. കാരണം 3 വർഷം എൻ്റെ നാട്ടിൽ കിടന്ന് ഞാൻ പെടഞ്ഞ് ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഇവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവർ വാടക വീട്ടിൽ താമസിക്കുകയാണ്. എന്നിട്ട് ഇവർ ഇപ്പം ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് പോലീസിൻ്റെ ടോർച്ചറിങ് വിളികളില്ലായിരുന്നു. ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വിളിക്കുകയാണ്, ഞാൻ എവിടെ ഉണ്ട്. അങ്ങനെ ഇവർക്ക് കുറ്റവാളികളെയും കൊലപാതകികളെയും ഒന്നും പിടിക്കാനില്ല. ഈ കിമ്പളം കൈപ്പറ്റി കൊട്ടിയം പോലീസ് ചെയ്യുന്നതിന് ഒരു അറുതി എന്തായാലും ഞാൻ ഉണ്ടാക്കും. ഞാൻ ലീഗലി തന്നെ തിരിക്കാനിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കൊച്ചിനെയും പഠിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള അവകാശം എനിക്കില്ല എന്ന് നഷ്ടപ്പെടുത്തി കൊള്ളുകയാണ് ഇവർ. അത് മാത്രമല്ല, എൻ്റെ വീട് എൻ്റെ പേരിൽ നിന്നും ഉള്ള അവകാശം മാറ്റിയെടുക്കാൻ എൻ്റെ അമ്മ സഹോദരിക്ക്, പണമുള്ള സഹോദരിക്ക് വീട് കൈമാറി കൊടുക്കാനുള്ള തന്ത്രപ്പാട് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. മാന്യമായിട്ട് പറഞ്ഞാൽ ഞാനത് ഒഴിഞ്ഞു കൊടുക്കുമല്ലോ. ഞാൻ ഒഴിഞ്ഞല്ലേ ഇപ്പം നിൽക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ ചെയ്ത് ഒരു സ്ത്രീയെ, അമ്മയും കുഞ്ഞിനെ, എൻ്റെ കുഞ്ഞിനെ 4 വർഷത്തോളം നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. അത് അന്തസ്സായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ചൊറിയായിരിക്കും അവർക്ക്. അല്ലാതെ ഞാനെന്ത് പറയണ്ടേ. ഇപ്പോൾ കുഞ്ഞിനെയും പഠിപ്പിച്ച് മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്ന എന്നെയാണ്. അത്യാവശ്യം ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഞാൻ. അതിന് എൻ്റെ കിമ്പളത്തിന് ഇത്രയും വിലയുണ്ടോ? നല്ലോണം പണം വാരി എറിയുന്നുണ്ടല്ലോ. അത് പണം വാരി എറിയുന്നെങ്കിൽ അവിടെ വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. എൻ്റെ അടുത്ത് കളി നടക്കത്തില്ല. ഞാൻ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ് ഇതിന്മേൽ നടപടിയെടുക്കാൻ. ഇനി ഇറങ്ങും. കാരണം എനിക്ക് ചെല്ലുന്നിടത്തും സ്വസ്ഥത വേണ്ടേ. ചെല്ലുന്ന നാട്ടുകാരെന്താ വിചാരിക്കുന്നത്? ഇങ്ങനെ സ്ഥിരം ഇവരുടെ പരാതികൾ. കൊട്ടിയം പോലീസ് നീതി പാലിക്കണം കുറച്ചെങ്കിലും. ഒരു അമ്മയും കുഞ്ഞിനെയും വേദനിപ്പിക്കുന്നതിൽ അവരെന്തായാലും അത് അനുഭവിക്കാതെ അവരെവിടെയും പോകത്തില്ല.